രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊടും ക്രൂരമാണെന്ന് മുക്കിന് പ്രസ്താവന ഇറക്കുന്ന ആളുകളാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും CPIM പ്രതിസ്ഥാനത്തെത്തുമ്പോൾ. എന്നാൽ ചാവക്കാട്ട് കോൺഗ്രസിനകത്തെ AI ഗ്രൂപ്പുകളുടെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് VM സുധീരൻ പോലും മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. കൊലപാതകം നടത്തിയ I ഗ്രൂപ്പുകാർ ഇപ്പോൾ ചാവക്കാട്ട് വെല്ലുവിളിച്ച് നടക്കുകയാണത്രേ. I ഗ്രൂപ്പുകാരുടെ തലതൊട്ടപ്പനായ രമേശ് ചെന്നിത്തലയാണല്ലോ ആഭ്യന്തരമന്ത്രി. അവർക്ക് എന്തുമാകാം. എന്തായാലും കോൺഗ്രസുകാരെ കൊലപാതക വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു അവതാരം പ്രത്യക്ഷപ്പെട്ടു. യുവാക്കളുടെ രോമാഞ്ചവും മനുഷ്യാവകാശങ്ങൾ ആവർത്തിച്ച് വാർത്തകളിലെ നിത്യവസന്തവുമായി തീർന്ന VT ബൽറാം I ഗ്രൂപ്പിന്റെ കൊലപാതകത്തെ മറയ്ക്കാൻ CPIMകാരുടെ കൊലക്കേസുകളെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കാനും പ്രതികളെ രക്ഷിക്കാനുതകുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും VT ബൽറാം ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തു. CPM വിഭാഗീയതയോ CPM CPI സംഘർഷമോ മൂലം ഏതെങ്കിലും കൊലപാതകം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൂ, വേഗം വേണം. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിഷയമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറുക എന്നത്. എല്ലാവരും CPMനെ ആക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായി സ്ഥാപിക്കുന്ന മട്ടിലുള്ള സ്റ്റാറ്റസുകൾ ഇടണം. പറ്റാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുകയും വേണം. അക്രമ സംഭവങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിലും പ്രതികളെ സംരക്ഷിക്കുന്നതിലും കോൺഗ്രസും CPIMും തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം നമ്മുടെ പ്രധാന ഊന്നൽ. കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന കോൺഗ്രസുകാരുടെ ഗ്രൂപ്പിൽ രഹസ്യമായി അറിയിച്ച നിലപാടാണ് സംഗതി പരസ്യമായി. ഇമാതിരി നിലപാടുകാരനാണോ VT ബൽറാം എന്ന് ആരാധകർ ചോദിച്ചു കളഞ്ഞു. ഇതുവരെയുള്ള നിലപാടുകൾ മാധ്യമ ശ്രദ്ധയിൽ വരാനുള്ള തന്ത്രങ്ങളായിരുന്നോ എന്ന് മറ്റു ചിലർ. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തതോടെ സീറ്റ് നിലനിർത്താനും നേതൃത്വത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാനും മറ്റുമാണോ എന്ന് ചോദിക്കുന്നവരും നാട്ടിലുണ്ട്. എന്തായാലും സംഗതി ഗുലുമാലായി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ, ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. ഇത്രയും കുരുത്തക്കേടുകളാണ് നിഷ്കളങ്കമായ ഈ രാഷ്ട്രീയ മനസ്സിൽ ഉള്ളതെന്ന് ആരും പറയില്ല. ഇതും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചിലരൊക്കെ പറയും പോലെ വെറും കെട്ടുകാഴ്ചയായിരുന്നോ? എന്നാലും എങ്ങനെയാണ് ബലരാമ ഈ മട്ടിൽ പ്രതികരിക്കുന്നത്? അതിൽ കാര്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണോമാര് എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് പുറത്തും ഇതേപോലെയുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെയും സൈബർ ലോകത്തും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതും കോൺഗ്രസിന് നിർണായക ഘട്ടത്തിൽ ശരിയായ രീതിയിലുള്ള ദിശാബോധം നൽകുക എന്നുള്ളതൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. അതാണ് പ്രശ്നം. എത്ര ഒതുക്കി വച്ചാലും ചിലരുടെ ഉള്ളിലുള്ളത് നിർണായക നിമിഷങ്ങളിൽ പുറത്തു വരും. എന്നാൽ മുരളീധരൻ I ഗ്രൂപ്പുകാരനാണ് എന്നതുകൊണ്ട് കൊലപാതകികളെ ന്യായീകരിക്കാൻ തയ്യാറല്ല. ഗ്രൂപ്പ് രാഷ്ട്രീയം കൊലപാതകത്തെ ന്യായീകരിക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് മുരളി അങ്ങ് വെട്ടി തുറന്നു പറഞ്ഞു. കൊലപാതകത്തിൽ ആരൊക്കെ പങ്കുണ്ടോ അതിൽ ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല. കൊലപാതകം ചെയ്യുന്ന ഒരാരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള സ്റ്റാൻഡാണ് പാർട്ടിക്കുള്ളത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അല്ലാതെ കൊലപാതകത്തിൻ്റെ അല്ല. കൊലപാതക രാഷ്ട്രീയം ഒരു കാലത്തും പാർട്ടി അംഗീകരിച്ചിട്ടില്ല, ഭാവിയിലും അംഗീകരിക്കില്ല. മുരളി ഉള്ളതുപോലെ പറഞ്ഞു. എന്നാൽ പോലീസിന്റെ നിലപാട് എന്താണ്? പ്രതികളെ കൺമുന്നിൽ കണ്ടിട്ടും കാണാതെ പോവുകയാണത്രേ പോലീസുകാർ. ഒടുവിൽ രാജ്യം വിട്ടു എന്ന് പറഞ്ഞ പ്രതിയെ നാട്ടുകാർ തന്നെ ചാവക്കാട്ട് നിന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. എങ്ങനെയുണ്ട് I ഗ്രൂപ്പിന്റെ ആഭ്യന്തരമന്ത്രി? കൊലപാതകം നടത്തിയത് I ഗ്രൂപ്പുകാരാണെങ്കിൽ ഇങ്ങനെ പല ഗുണങ്ങളുമുണ്ട്. ചെന്നിത്തല പക്ഷേ കൊലപാതകം എന്ന് കേട്ടാൽ അപലപിച്ചു കളയും. ചാവക്കാട്ടെ കൊലപാതകം ഞാൻ ശക്തമായി അപലപിക്കുന്നു. ഇതിനേക്കാൾ നല്ലത് കൊല്ലപ്പെട്ടയാളെ കുലംകുത്തി എന്നോ മറ്റോ വിളിക്കുന്നതായിരുന്നു. നാട്ടുകാർ പ്രതിയെ പിടിച്ചുകൊടുത്തതോടെ ചെന്നിത്തല ഒന്ന് ഉഷാറായിട്ടുണ്ട്. പക്ഷേ പ്രതികളൊക്കെ രക്ഷപ്പെടുകയാണല്ലോ സാറേ. ഒരു പ്രതിയെയും രക്ഷപ്പെടുത്താനുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് സ്പെഷ്യൽ ടീമിനെ തന്നെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. പോലീസുകാരെ ഒന്നും നിയോഗിച്ചിട്ട് കാര്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഐ ഗ്രൂപ്പുകാരായതുകൊണ്ട് പ്രതികളെ ഐ ഗ്രൂപ്പിന്റെ പോലീസുകാർ രക്ഷിക്കുകയാണത്രേ. അങ്ങനെ ആര് വിചാരിച്ചാലും പ്രതികളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല.
വളരെ നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിലായിരിക്കും അന്വേഷണം നടക്കുക. മുഖം നോക്കാതെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. ഈ ഗ്രൂപ്പ് കൊലപാതകത്തിന്റെ കേസും ഒടുവിൽ വെറും കുലക്കേസായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ബൈബിൾ കഥ. ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാനും പേരും പെരുമയും സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആഹാബ് രാജാവ്